ഒരു നടപടി എടുക്കണം എന്ന് എനിക്കും അഭ്യർത്ഥിക്കാനുണ്ട്. സാർ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സർക്കാർ ഗസറ്റ് GOP നമ്പർ 37/2020 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അതിലെ നോട്ടിഫിക്കേഷനിൽ കൂടിയിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇപ്പോൾ നമ്മുടെ 3 വാർഡുകൾ ചേരുമ്പോൾ നമുക്കൊരു JHI ഉണ്ട്. ഒരു പ്രദേശത്ത് ഒരാൾ പോസിറ്റീവായി ഇരിക്കുന്നു എന്നറിയുന്നത് അവിടുത്തെ JHIക്കാണ്. പിന്നെ ആശാ വർക്കർക്കും അറിയാം. അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ പോലീസുകാർക്കോ അവർക്ക് ഒരുപാട് ജോലികളുള്ള കൂട്ടത്തിൽ ഇത് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കോവിഡ് പോസിറ്റീവായിരിക്കുന്ന ഒരാൾ, ഒരു ക്വാറന്റൈനിലുള്ള കുടുംബം പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകൾ ഇവരാണ്. അരമണിക്കൂർ കഴിഞ്ഞു. തീർന്നു സാർ, ഇവരാണ്. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് അധികാരമില്ല എന്ന് വരുന്നതോടുകൂടി പോലീസിന്റെ ഒരുപാട് ജോലിക്കിടയിൽ ഈ താഴെത്തട്ടിൽ ഒന്നും ഇത് പരിശോധിക്കാൻ കഴിയുമെന്ന് വരത്തില്ല. അപ്പോൾ 5000-ഓളം വരുന്ന ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു വലിയ സേന നമുക്കുണ്ട്. അവരെ ഉപയോഗിക്കണമെന്നുള്ളതാണ്. സാർ, ഈ തോട്ടം മേഖലയിലും അതുപോലെ തന്നെ ആദിവാസി മേഖലയിലും ഈ രജിസ്ട്രേഷൻ നടക്കാത്തത് കൊണ്ട് ആ മേഖലയിൽ ഈ കോവിഡ് വളരെ വ്യാപക